അബ്ദുൽ നാസർ മഅദനിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയും പരിശോധനകളും തുടരുന്നു. വെന്റിലേറ്റർ സഹായം പൂർണ്ണമായും ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. അഹമ്മദ് മുജ്തബ നൽകും കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ. മുസ്തബ, മഅദനിയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരും ആശുപത്രി അധികൃതരും നൽകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? സ്നേഹ, കടുത്ത ശ്വാസതടസ്സം നേരിട്ടതിന് കഴിഞ്ഞ 3 ദിവസമായി അബ്ദുൽ നാസർ മഅദനി വെന്റിലേറ്ററിൽ തുടരുകയാണ്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് അദ്ദേഹം. ആരോഗ്യനില ഇപ്പോഴും കാര്യമായ മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ്. പ്രധാനമായും ശ്വസന സംബന്ധമായ പരിശോധനകളാണ് നടന്നു വരുന്നത്. ശ്വാസനാളത്തിൽ വെള്ളത്തിന്റെ അംശം കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു തുടർ ചികിത്സയിലേക്ക് കടക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്നുകൂടി ഡോക്ടർമാർ പങ്കുവെക്കുന്നു. എന്തായാലും ഇത്തരം സങ്കീർണമായ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നതിന് ശേഷം പൂർണ്ണമായും വെന്റിലേറ്റർ ഒഴിവാക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും കഴിഞ്ഞ കുറെ നാളുകളായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ കൂടുതൽ മോശമായ രീതിയിലേക്ക് മാറുന്നത്. അതിനനുസരിച്ചാണ് കഴിഞ്ഞ 3 ദിവസമായി അദ്ദേഹം വെന്റിലേറ്ററിൽ തുടരുന്നത്. ഇപ്പോഴും ഈ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ശ്വസനം നടക്കുന്നത് എന്ന് കൂടി ബന്ധപ്പെട്ടവർ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ, മക്കൾ, അതോടൊപ്പം തന്നെ PDP പ്രവർത്തകരൊക്കെ ഇപ്പോഴും ആശുപത്രിയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. എന്തായാലും ഏതെങ്കിലും തരത്തിൽ ഒരു ആശ്വാസകരമായ വാർത്ത പ്രതീക്ഷിച്ചുകൊണ്ടാണ് എല്ലാവരും അദ്ദേഹത്തോടൊപ്പം തുടരുന്നത്. സ്നേഹ, ശരി. അബ്ദുൽ നാസർ മഅദനിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. കൊച്ചിയിൽ നിന്ന് അഹമ്മദ് മുജ്തബയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.